മേക്കപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമാണ് എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളാണ്. ഇന്നലെ ബിഗ് ടിവിയിലെ ഒരു അവതാരകയുടെ എന്താ പറയുക, യഥാർത്ഥ രൂപം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണവും വായുവും വെള്ളവും എന്നതുപോലെ തന്നെ മേക്കപ്പും ജീവിതത്തിൽ ഒരു അത്യാവശ്യ ഘടകമാണ്. അത് എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. കാരണം എന്ന് പറഞ്ഞാൽ സുജയ പാർവതി എന്ന് പറയുന്ന ആളുടെ ഒരു വലിയ ഫാനാണ് ഞാൻ. ബിഗ് ടിവിയിലെ സുജയ പാർവതിയുടെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. പക്ഷേ ആ സുജയ പാർവതിയെ ഇതിനു മുൻപ് ഞാൻ യാദൃശ്ചികമായിട്ടൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാനിടയായി. അതായത് സുജയ പാർവതി എന്ന് പറയുന്ന ആളുടെ പേരിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ യഥാർത്ഥ ഒരു എന്താ പറയുക രൂപം എന്ന നിലയിൽ ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് സുജയ പാർവതിയായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ കാണുന്ന സുജയ പാർവതി എന്ന് പറയുമ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു ബോഡി ഷേമിങ്ങോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം അവരാണേലും സ്വാഭാവികമായിട്ടും ഒരു ന്യൂസ് ചാനലാണേലും കാര്യങ്ങൾ വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ എന്താ പറയുക, വസ്തുത വിളിച്ചു പറയാനാണ് ചാനലുള്ളത്. എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും അവരവരുടെ കണ്ണിൽ തോന്നുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും തോന്നുന്ന, അല്ലെങ്കിൽ നാട്ടിൽ സംസാര വിഷയമായതിനെക്കുറിച്ച് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ അവകാശത്തിൻ്റെ ബേസിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ സുജയ പാർവതി എന്ന് പറയുന്ന ആള് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ ആ അവതാരകയുടെ ഒരു ഫാനാണ് ഞാൻ. കാരണം അവരുടെ പിന്നെ ചൂടപ്പമ്പോഴുള്ള മറുപടികൾ, അവരുടെ ആ ഒരു പ്രസൻസ്, ഡയലോഗ്, എന്താ പറയുക, പിന്നെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ച് കൊടുക്കുന്ന മറുപടി, അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഇഷ്ടം തോന്നുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സുജയ പാർവതി എന്ന് പറയുന്ന ആ ഒരു അവതാരകയോട് ഒരുപക്ഷെ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് പോലും അതിൻ്റെ നല്ലൊരു പങ്ക് വഹിച്ചത് സുജയ പാർവതിയാണ്. അപ്പോൾ സുജയ പാർവതിക്ക് കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ അതിലൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സുജയ പാർവതിയുടെ ഇതിനു മുമ്പുള്ള, ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനു മുൻപുള്ള ഒരു പോസ്റ്റ് ഇതുപോലെ ഫേസ്ബുക്കിൽ സുജയ പാർവതി എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ട്, ആരോ ഒരു പോസ്റ്റ് ഇട്ടിട്ട്, ആ പോസ്റ്റ് ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് വിചാരിച്ചത് ഇന്നത്തെ കാലമല്ലേ, ഇന്ന് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ വളർന്ന സമയത്ത് ഒരാളുടെ രൂപം ഏത് വിധേന നമുക്ക് ആക്കാൻ സാധിക്കും. അപ്പോൾ അതിലൊന്നായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ടിവിയുടെ ആ ഒരു ബസ്സിലിരുന്നുള്ള കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. അവരുടെ കുറച്ച് മോർണിംഗ്, ഇപ്പോൾ ബസ്സുമായിട്ട് വന്ന് കൊച്ചിയിൽ അവർ ചെയ്ത കുറച്ച് വീഡിയോസ്, അപ്പോൾ ആ വീഡിയോസ് കാണാൻ ഇടയായപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അന്നൊരു പിന്നെ ക്ലൂ ഉണ്ട്, ഫേസ്ബുക്കിൽ കണ്ടൊരു ക്ലൂ ഉണ്ടെങ്കിലും, പക്ഷെ അത് യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇന്നലെ കണ്ടപ്പോൾ വിശ്വാസമായി. പക്ഷേ ഇത് ഒരു കുറ്റമോ കുറവായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരിക്കലും ഒരു കുറ്റമോ കുറവല്ല. മനുഷ്യൻ്റെ രൂപം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ജനിക്കുമ്പോൾ കിട്ടുന്ന ആ രൂപം, അതിനകത്ത് മാറ്റങ്ങളൊന്നും വരാൻ പറ്റില്ല. പിന്നെ വരുത്താൻ പറ്റില്ല, മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ അതൊരു കുറവുമല്ല. കാരണം ആ സ്ത്രീയുടെ ടാലൻറ്റ് വെച്ച് നോക്കുമ്പോൾ അവരെ പിന്നെ ആ രൂപമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പിന്നെ എന്താ പറയുക, ഈ പറയുന്ന രീതിയിലുള്ള അവരുടെ പിന്നെ രൂപമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ 100% പിന്നെ ഒരു കഴിവുള്ള സ്ത്രീയാണ്. 100% അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പോലത്തെ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ബിഗ് ടിവി ചിലപ്പോൾ ആകാശത്തോളം ഉയരം പോകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ കുറേ ഫാൻസ് ഉണ്ടല്ലോ. അപ്പം നമ്മളെ പോലത്തെ കുറേ ഫാൻസിന് തലക്കടി കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയായി പോയി. അപ്പോൾ എനിക്കതൊരു കൗതുകമായി പോയി. കാരണം നമ്മൾ കൂടുതൽ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയത്, അല്ലേ? അപ്പോൾ ഇന്നലെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച്, ശരിയാണല്ലോ, അപ്പോൾ ഈ മേക്കപ്പിനൊക്കെ ഇത്രയും പ്രാധാന്യം ജീവിതത്തിലുണ്ടല്ലോ എന്ന് ഞാനും കരുതി. എന്തായാലും ഇനിയിപ്പോൾ ബിഗ് ടിവിയിൽ അവർ എത്രത്തോളം, പക്ഷേ ഒരു മണ്ടത്തരം കാണിച്ചെന്നറിയോ, ബിഗ് ടിവിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ടിവിക്ക് ഇത് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഒരു സംസാരം ആക്കുക ഈ ചാനലിനെ കുറിച്ച് എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ, അതായത് സുജയെ പോലൊരാളെ 10 ലക്ഷം രൂപ അടുത്ത് സാലറി കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടാണ് സുജയയെ ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ബിഗ് ടിവിയിലേക്ക് അവർ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ അടുത്ത് സാലറി കൊടുക്കാനും അല്ലെങ്കിൽ വാങ്ങാനും കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഒരു മേക്കപ്പ് ചെയ്യുന്ന, നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു പിന്നെ ബ്യൂട്ടീഷ്യനെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അധികം പൈസയോ അല്ലെങ്കിൽ അതിനുള്ള സമയം പിന്നെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നടക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജയയെ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് അത് ഒരു വൈറലാക്കി അതിലൂടെ ബിഗ് ടിവിയുടെ ഒരു എന്താ പറയുക പേരുണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ബിഗ് ടിവി ജനങ്ങളിലേക്ക് ഇപ്പോൾ അവരെന്താണ് അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു കഴിഞ്ഞു. കാരണം ആളുകൾ സുജയ്യായ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിഗ് ടിവിയെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ഉദ്ദേശം. പക്ഷേ എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് സുജയ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം
ബിഗ് ടി വിക്ക് കൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ബിഗ് ടി വിക്ക് കൊടുത്ത് അദ്ദേഹം ചാനലിന് അതാണ് ഒരുപക്ഷെ ഇതൊക്കെ ഒരു ത്യാഗമായിരിക്കാം. കാരണം ചെയ്യുന്ന തൊഴിലിനുള്ള ഒരു അർപ്പണബോധം, ഒരു ഡെഡിക്കേഷൻ ആയിരിക്കാം അല്ലേ? ചിലപ്പോൾ അതും ആയിരിക്കാം. കാരണം സ്വന്തം പിന്നെ എന്താ പറയുക മുഖത്തെ പോലും തുറന്ന് കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കെല്ലാവർക്കും അറിയാം സുജയ പാർവതി എന്ന് പറയുന്ന ആള് പിന്നെ ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. അത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനുഷ്യന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന സിനിമാ നടിമാരായിക്കോട്ടെ, ഈ പറയുന്ന എല്ലാവരും പിന്നെ എല്ലാ 100-ലൊരു പിന്നെ 60% സ്ത്രീകളും ഇതുപോലെ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വെളിയിൽ ഇറങ്ങുന്നത് അല്ലേ? അതൊന്നും സുജയ പാർവതിക്ക് മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ ഇതൊന്നും. അതുകൊണ്ട് തന്നെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മേടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരത് മേടിച്ച് ഉപയോഗിച്ചിട്ട് അവരുടെ മുഖത്തിന് നല്ല ഇണക്കമായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അവരത് ഭംഗിയായിട്ട് തന്നെ പിന്നെ മുന്നോട്ട് പോയ സ്ത്രീയാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ടി വിക്ക് ഒരു എന്താ പറയുക ജനങ്ങളിൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു ഇടം പിടിക്കാനായിട്ട് സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യക്തിത്വം കരുവാക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മേക്കപ്പ് നമ്മൾ എല്ലാ ഇപ്പം സിനിമ നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ അവരെയൊന്നും മേക്കപ്പ് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഈ പറയുന്ന സാധാരണ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സൂഹിക്കണമെന്നില്ല, നമുക്ക് ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ ആഗ്രഹിക്കും അവർ മേക്കപ്പ് ഇട്ടിരുന്നെങ്കിൽ. മേക്കപ്പ് ഇടേണ്ട ഒരു മേക്കപ്പ് തന്നെ ഇടണം. മേക്കപ്പ് ഇട്ട് സമൂഹത്തിൽ ഇറങ്ങേണ്ടവർ മേക്കപ്പ് ഇട്ട് സമൂഹത്തിൽ തന്നെ ഇറങ്ങണം. അതല്ലാതെ അത് മാറ്റി വെക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഭാഗമാണ് ജീവിതത്തിൻ്റെ. ഇപ്പം മൈക്കിൾ ജാക്സൺ നമുക്കറിയാം. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജന്മന അദ്ദേഹം ഒരു പിന്നെ കറുത്ത വർഗ്ഗക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് അത് എങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ട. മേക്കപ്പ് ഇട്ടോട്ടെ അല്ലെങ്കിൽ അല്ലാതായിക്കോട്ടെ. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ രൂപമായിരിക്കും, അല്ല മറ്റു രൂപത്തിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബിഗ് ടി വി എന്ന് പറയുന്ന ആ ഒരു ചാനൽ ഒരുപക്ഷെ ഇതാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഒരുപക്ഷെ സുജയയുടെ ഈ ഇത്തരത്തിലുള്ളൊരു മുഖം പുറത്തിറക്കിയിട്ട് വൈറലാക്കി ബിഗ് ടി വിക്ക് ഒരു എന്താ പറയുക ജനങ്ങളുടെ ഒരു സ്ഥാനം പിടിച്ചെടുക്കാനാണെങ്കിൽ അത് മണ്ടത്തരമായി പോയി. കാരണം സുജയ എന്ന് പറയുന്ന ആളുടെ വ്യക്തിത്വം കളഞ്ഞിട്ടല്ല അത് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രജനീകാന്തിനെ പോലത്തെ അറിയാമല്ലോ. രജനീകാന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെന്നിന്ത്യയിലല്ല, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു പിന്നെ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നടനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സിനിമയിൽ ഇത്രയും കോടി രൂപ പിന്നെ മേടിച്ച് അഭിനയിക്കുന്ന അദ്ദേഹം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഒരു മേക്കപ്പ് ഇല്ലാതെ വരും. അത് അദ്ദേഹത്തിൻ്റെ പിന്നെ റേഞ്ച്. കാരണം രജനീകാന്ത് സ്ക്രീനിൽ വരുമ്പോൾ ഉള്ള രജനീകാന്തിനെ കണ്ടാൽ മതി ആളുകൾക്ക്, മനസ്സിലാകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ റേഞ്ച്. അപ്പോൾ മറ്റുള്ളവർ അത് അനുകരിക്കാൻ ശ്രമിക്കരുത്. രജനീകാന്ത് എന്ന് പറയുന്ന ആളുടെ റേഞ്ച് വേറെയാണ്. അദ്ദേഹത്തിനെ സ്ക്രീനിൽ കാണുമ്പോൾ രജനീകാന്ത് ആയാൽ മതി. ബാക്കിയുള്ള സമയങ്ങളിൽ അദ്ദേഹം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടാലും ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ റേഞ്ച് വേറെയാണ്. ഇപ്പം എന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ സുജയ പോലുള്ള ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ള ഇത്രയും ഫാൻസ് ഉള്ള ഒരാളോ ഒരിക്കലും അവരുടെ ആ ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക മേക്കപ്പ് എല്ലാം പിന്നെ ഒരു ഘടകമാണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ സുജയയെ സംബന്ധിച്ചിടത്തോളം ഈ ഫോട്ടോസ് ഇന്നും നാളെ മറ്റന്നാളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരാഴ്ച മുഴുവൻ ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങും. ഇത് മനസ്സിൽ പതിയും. പിന്നെ ഇനി സുജയ എന്ന് പറയുന്ന ആൾ എത്ര മേക്കപ്പ് ഇട്ട് വന്ന് ജനങ്ങളുടെ മുമ്പിൽ നിന്നെന്ന് പറഞ്ഞാലും ഇത് വെറും മേക്കപ്പാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതൊരു അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആർട്ടിസ്റ്റുകൾക്ക്, ഈ ആർട്ടിസ്റ്റുകൾക്കും ഇത്തരം അവതാരകർക്കും പിന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറച്ച് മേക്കപ്പ് ആവശ്യമാണ്. അവരൊരിക്കലും മേക്കപ്പ് ഇല്ലാതെ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരരുത്, മനസ്സിലായി? അത് അവരുടെ അറിവില്ലായ്മയാണ്. അങ്ങനെ വന്ന് തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല. അവരുടെ മുഖം തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല. അതൊരു വ്യക്തിപരമായിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടുകാരുടെ മുമ്പിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ മാക്സിമം ഭംഗിയായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇതൊന്നും ഒരു ബോഡി ഷേമിങ്ങോ കാര്യങ്ങളൊന്നും അല്ല. നമ്മൾ സംസാര വിഷയമായ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സുജയ പാർവതി എന്ന് പറയുന്ന വ്യക്തി അവരുടെ യഥാർത്ഥ മുഖം തുറന്ന് കാണിച്ചപ്പോൾ അതിൽ സന്തോഷവുമുണ്ട്, നിരാശയുമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിവെങ്കിൽ അവർ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി മേക്കപ്പ് ഇടാതെ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അവരുടെ ടാലൻറ്റ് അത്രയും 100% ടാലൻ്റ് ഉള്ളവർ 100% ആ ബിഗ് ടി വി ആകാശങ്ങളിലെ ഉയരങ്ങളിൽ എത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അപ്പോൾ ആ കഴിവിനെയാണ് നമ്മളിനി കാണേണ്ടത്. അല്ലാതെ സുജയയുടെ വെളുത്ത മുഖത്തെ തേടി ആരും പോകണ്ട. സുജയയുടെ കഴിവിനെ നമ്മൾ കാണുക. അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരെയും ബോഡി ഷേമിംഗ് അല്ല, ആരെയും കുറ്റം പറയാനുള്ള കാര്യമല്ല. സംസാര വിഷയമായ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി.